ഹലോ നമസ്കാരം, ഹോല വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ക്യാപ്പിംഗ് നിലവിൽ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പോൾ അതിനകത്ത് തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലും എത്ര സീറ്റ്സ് അലോക്കേറ്റഡ് ആണ്, ഓരോ യൂണിവേഴ്സിറ്റിക്കും എത്ര COE ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാപ്പിങ്ങിൻ്റെ നമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന മൊണാഷ് യൂണിവേഴ്സിറ്റിക്കാണ്. 10,000-ഓളം സീറ്റുകളാണ് മൊണാഷ് യൂണിവേഴ്സിറ്റിക്കായിട്ട് അലോക്കേറ്റ് ചെയ്തത്. അതായത് മൊണാഷ് യൂണിവേഴ്സിറ്റിക്ക് നെക്സ്റ്റ് 2025 ഇയറിൽ 10,000 COEs ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രിസം എന്ന് പറഞ്ഞ പോർട്ടലിൽ നിന്നാണ് ഇവരൊക്കെ ഈ COEs ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം 10,000 കഴിയുമ്പം ബ്ലോക്ക് വീഴും. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ മൊണാഷ് യൂണിവേഴ്സിറ്റിക്കാണ്. അപ്പോൾ 2025 ഈ ക്യാപ്പിംഗ് നിലവിൽ വരുമ്പോൾ 2019 പ്രീ പാൻഡമിക് ലെവൽസിലെ കൗണ്ടിലേക്കാണ് ഇത് ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് അന്നത്തെ കൗണ്ട്സ് എത്രയായിരുന്നു ഈ യൂണിവേഴ്സിറ്റികളൊക്കെ വിട്ടിരിക്കുന്നത്, അതിനെ ഏകദേശം പഠിച്ചിട്ട് ആ ഒരു കൗൺസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ഇതിലെ വിജേതാക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിന് 2019 വിട്ടതിനേക്കാളും ഒരല്പം കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ. നമുക്ക് ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസിൽ ഒരല്പം കൗണ്ട് കുറഞ്ഞതായിട്ടും തോന്നാം. എന്നിരുന്നാലും ഇതിനകത്ത് ടോപ്പേഴ്സ് എപ്പോഴും ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലേക്കല്ല ഓസ്ട്രേലിയയിലേക്ക് എല്ലാവരും പഠിക്കാൻ വരുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസിലാണ്. അത് എനിക്കും ആക്ച്വലി ഒരു റിവീലിംഗ് ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു കണക്ക് ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് വിദേശത്തു നിന്ന്, അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലും ഓസ്ട്രേലിയ പ്രിഫർ ചെയ്യുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ടി തന്നെയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസാണ്. ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ്? നമ്മുടെ മൊണാഷ് യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി, UNSW തുടങ്ങി പിന്നെ 3 കൂടെയുണ്ട് നമ്മുടെ റീജിയണൽ ഏരിയയിൽ വരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ആഡിലെയ്ഡ്, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. അപ്പോൾ ഈ ക്യാപ്പിംഗ് നിലവിൽ വരുമ്പോൾ ഈ കൗണ്ട്സ് എങ്ങനെയാണ് ഇവർ ഡിസൈഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ 2019 അതായത് പ്രീ പാൻഡമിക് കോവിഡിന് മുന്നേ ഉള്ള സമയത്ത് എത്ര സ്റ്റുഡൻസിനെ ഓരോ യൂണിവേഴ്സിറ്റീസും അക്കോമഡേറ്റ് ചെയ്തിരുന്നോ ആ കൗണ്ട്സ് ഏകദേശം പഠിച്ചിട്ട് ആ കൗണ്ടിലേക്കാണ് ഈ ക്യാപ്പിംഗ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വിന്നേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസിലൊക്കെ തന്നെയാണ്. കാരണം 2019 ഏറ്റവും കൂടുതൽ വിട്ടുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റീസ് ഈ ഗ്രൂപ്പ് ഓഫ് 8ലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്. യൂണിവേഴ്സിറ്റി ഓഫ് മൊണാഷിന് 10,000 സീറ്റ്സ് അലോക്കേറ്റഡ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസ്, USyd ഇവിടെയൊക്കെ ഏകദേശം 7,000+ സീറ്റ്സ് ഉണ്ട്. ആൻഡ് ദി അതർ ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസ് ലൈക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ആഡിലെയ്ഡ്, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ വിച്ച് ഈസ് ഇൻ റീജിയണൽ ഏരിയ, അവർ 2019 കൗണ്ടിനേക്കാൾ ഒരല്പം കൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. എബവ് 5,000, അറൗണ്ട് 5,000 ഒക്കെയാണ് ഈ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിലേക്ക് കിട്ടുന്ന അലോക്കേഷൻസ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡിലും ഏകദേശം നല്ലൊരു കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു കൗണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് റിസ്കി എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചിരിക്കുന്നത് നമ്മുടെ ചാൾസ് സ്റ്റുവർട്ട് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ട്, ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ, അതായത് നമ്മുടെ ലെവൽ 3 വരുന്ന 3 യൂണിവേഴ്സിറ്റീസിനും ഒക്കെ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ആൻഡ് ടാസ്മാനിയയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടി വന്നിട്ടില്ല, കാരണം അത് റീജിയണൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്. എന്നാലും ലെവൽ 3 വരുന്ന യൂണിവേഴ്സിറ്റീസ് എപ്പോഴും നിങ്ങൾ റിസ്കി തന്നെയാണ്. ആൻഡ് അവിടേക്ക് വരുന്ന ആപ്ലിക്കേഷൻസിന് എണ്ണവും അല്പം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസിലേക്ക് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ട്, അതിലേക്ക് തന്നെ അപ്ലൈ ചെയ്യുക. ലെവൽ 1 യൂണിവേഴ്സിറ്റീസിനൊക്കെ നല്ല രീതിയിൽ സീറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡീഗൻ യൂണിവേഴ്സിറ്റി, RMIT ഇവിടെയൊക്കെ നല്ല സീറ്റ്സ് ഉണ്ട്. ഒരു മോഡറേറ്റ് നമ്പർ ഓഫ് സീറ്റ്സ് ഉള്ളത് നമ്മുടെ സ്വിൻബേൺ, ലട്രോബിലൊക്കെ മോഡറേറ്റ് സീറ്റ്സ് ഉണ്ട്. അവരൊക്കെ ലെവൽ 2ലാണ് നിൽക്കുന്നത്. ലട്രോബിലൊക്കെ ആക്ച്വലി അത്യാവശ്യം നല്ല സീറ്റ്സ് ഉണ്ട്, ലട്രോബ്, സ്വിൻബേൺ. അപ്പം നിങ്ങളുടെ പ്രൊഫൈൽ നല്ലതാണെങ്കിൽ ഒരു ലെവൽ 2 യൂണിവേഴ്സിറ്റിയിൽ മികച്ച് നിൽക്കുന്ന ഫെഡറേഷൻ അല്ല, ഫ്ലിൻഡേഴ്സ്, ലട്രോബ്, ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി ആൻഡ് സ്വിൻബേൺ യൂണിവേഴ്സിറ്റി ഇതൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത് ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി, നോ ഇറ്റ് ഈസ് എ ബിഗ് നോ. അതെടുക്കണ്ട. ടാസ്മാനിയ എടുക്കണ്ട. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഇംഗ്ലണ്ട് എടുക്കണ്ട. ഇതൊക്കെ ലെവൽ 3 യൂണിവേഴ്സിറ്റീസ് കൂടി ആയതുകൊണ്ട് ജസ്റ്റ് സ്കിപ്പ് ദോസ് ലെവൽ 3 യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്ട്രാറ്റജി. ആൻഡ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് തരാനായിട്ട് ഹോല വേൾഡ് എന്നും പ്രതിജ്ഞാബദ്ധരാണ്. അപ്പോൾ ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.